ജേണൽ എൻട്രികൾ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഈ ജേണൽ എന്ന ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രിയെ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ആൾക്കും ഉണ്ടെന്നേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിന്നാമ്പുറ കഥ. സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വെറും ഒരു കണക്ക് പുസ്തകമല്ലാത്ത പല കണക്കപ്പിള്ളമാരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ആ ജേണലിനെ പറ്റി. ഒരു അഡോപ്ഷന്റെ ബന്ധം പോലും ഇല്ലാത്ത ഒരാളെ, മനസ്സിലായോ? ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിരുന്ന ലൂക്ക പാസിയോളിയെ അച്ഛനായി സ്വീകരിക്കേണ്ടി വന്ന നമ്മുടെ പാവം ജേണലിന്റെ കഥ. കാരണം 1494 ഡബിൾ എൻട്രി എന്ന അക്കൗണ്ടിംഗ് കോൺസെപ്റ്റിനെ ആദ്യമായി പുസ്തകത്തിലൂടെ പറഞ്ഞു വെച്ചത് അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് അക്കൗണ്ടിംഗിന്റെ ഫാദർ ആയിട്ട് ലോകം പിന്നീട് അനൗൺസ് ചെയ്തത് അദ്ദേഹത്തിന്റെ പേരായിരുന്നു. എന്നാൽ അതിനും ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വെനീസിലെ പല വ്യാപാരികളും ഇത്തരത്തില് കച്ചവട കാര്യങ്ങളെ എഴുതി സൂക്ഷിച്ചിരുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ജേണൽ എൻട്രി എഴുതാൻ പഠിച്ചു തുടങ്ങിയ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ നറേഷൻ എഴുതാൻ മറക്കല്ലേ എന്ന ശാസന ടീച്ചറുടെ ഭാഗത്ത് നിന്ന് കേട്ട് കാണും. കാരണം 1200 വെനീസിലെ വ്യാപാരികൾ എഴുതി വെച്ച നറേഷൻസ് മാത്രമായിരുന്നു അന്നത്തെ ജേണൽ എൻട്രി. ഇന്നിപ്പോൾ നറേഷൻ എന്ന് പറയുന്നത് ഒരു ജേണൽ എൻട്രിയിലെ ഒരു ഭാഗം മാത്രമാണെങ്കിലും വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, എല്ലാം ഒരേ നിറത്തിൽ എഴുതി വയ്ക്കുന്ന ഇന്നത്തെ ജേണൽ എൻട്രിക്ക് പകരം അന്നുണ്ടായിരുന്നത് പല നിറങ്ങളിൽ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ക്യാഷ്, ക്രെഡിറ്റ് ആൻഡ് അതർ അഡ്ജസ്റ്റ്മെന്റ്സ്. പിന്നെ അന്നത്തെ ജേണൽ എൻട്രീസ് ചുരുങ്ങിയ വാക്കുകളിൽ എഴുതുന്ന മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമായിരുന്നില്ല. കുറച്ചധികം സന്തോഷവും നിരാശയും പേടിയും ഒക്കെ കലർന്ന ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ ആയിരുന്നു അന്നത്തെ ജേണലുകൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ കണക്കപ്പിള്ളമാരുടെ സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു ഡയറി. എങ്ങനെയെന്നല്ലേ? ദിസ് മാൻ പെയ്ഡ് ലേറ്റ് ലാസ്റ്റ് ടൈം, ദ ക്ലോത്ത് റിസീവ്ഡ് വാസ് ഓഫ് പുവർ ക്വാളിറ്റി എന്ന് തുടങ്ങിയ വ്യക്തിപരമായ രീതിയിലാണ് ജേണലുകൾ എഴുതിയിരുന്നത്. ഇന്ന് ചെയ്യുന്നത് പോലെ കോളംസ് വരച്ചോ ഹെഡിങ്സ് കൊടുത്തും ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുമുള്ള ഒരു സിസ്റ്റമാറ്റിക് ബുക്ക് ആയിരുന്നില്ല അന്ന് ജേണൽ. കണക്ക് എഴുതുന്നയാള് ആളുടെ ഭാഷയ്ക്ക് അനുസരിച്ച് ഒരു കഥ പോലെ ഒരു ട്രാൻസാക്ഷൻ എഴുതി വെക്കും, വിതൗട്ട് ലുക്കിംഗ് ഇൻ ടു ദ ക്വാണ്ടിഫയബിലിറ്റി ഓഫ് ദി ഐറ്റംസ്. അത് കഴിഞ്ഞ് പിന്നീട് അതിൽ നിന്നും കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഒക്കെ സെപ്പറേറ്റ് ആക്കി വെക്കും. ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, ഇത് ബുക്കിലോ പേപ്പറിലോ ഒന്നും അല്ല എഴുതുന്നത്. പാച്ച്മെന്റ് സ്ക്രോൾസ് എന്ന് പറയുന്ന വാക്സ് ടാബ്ലറ്റുകളിൽ സ്റ്റൈലസ് വെച്ചിട്ടാണ് ഇത് എഴുതിയിരുന്നത്. തെറ്റുപറ്റിയാൽ മെഴുകുരുക്കിയാണ് അത് കറക്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ആ സർഫസ് സ്മൂത്തൻ ചെയ്ത് വീണ്ടും എഴുതും. ഈ എഴുത്തുകുത്തുകൾ കൃത്യമായി ശരിയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അസിഡിക് ബേസ് ഉള്ള അയൺ ഗോൾഡ് ഇങ്ക് കൊണ്ട് പെർമനന്റ് ആയിട്ട് എഴുതി വെക്കും. എന്നാൽ അസിഡിക് ഇങ്ക് ആയതുകൊണ്ട് തന്നെ അധിക നാള് ആ പേപ്പറുകൾ നിലനിൽക്കാറില്ല. പിന്നെ ചില സെൻസിറ്റീവ് ഡാറ്റകൾ സൂക്ഷിക്കാനായിട്ട് ചില ആളുകൾ കോഡഡ് ലാംഗ്വേജസും ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ക്രിപ്റ്റോഗ്രാഫിക് അക്കൗണ്ടിങ്ങിന്റെ ഒരു തുടക്കം ഒരുപക്ഷെ ഇതായിരിക്കാം. ഞാൻ ഈ പറഞ്ഞു പോയ കഥ പോലെ തന്നെയായിരുന്നു അന്നത്തെ ജേണലുകളും. ഡോണ്ട് ട്രസ്റ്റ് ദിസ് മാൻ അഗെയിൻ, ഹി ഈസ് നോട്ട് ഗുഡ് ഫോർ ഫർദർ ഡീലിംഗ്സ് എന്ന് തുടങ്ങിയ കുറച്ചധികം മെർച്ചന്റ് ഗോസിപ്സും പിന്നെ കുറച്ച് ബിസിനസ് റെക്കോർഡ്സും. സോ നെക്സ്റ്റ് ടൈം when you write a journal entry like cash account, debtor to sales account, just remember you are using a tool that is 600+ years old. ഇന്നിപ്പോൾ പല ERP സോഫ്റ്റ്വെയറുകളിലും പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും അവൻ നിങ്ങളെ വട്ടം ചുറ്റിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ എൻട്രിയുടെ SAP കോഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബിക്കോസ് ഇപ്പോൾ ഫീസും കുറവാണ്. പിന്നെ ലൂക്ക പാസിയോളി എന്ന കടമെടുത്ത അച്ഛൻ അല്ലാതെ മറ്റാരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ. അന്യം നിന്ന് പോയ ആ പഴയ മോഡൽ ജേർണലിന്റെ ബയോഗ്രാഫിയിലേക്ക് നമുക്ക് അതുകൂടെ ചേർത്ത് വെക്കാം. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. For more such stories from the hidden side of commerce.